പണ്ടൊക്കെ ഏറ്റവും വില കുറവ് മത്തിക്കായിരുന്നു. പക്ഷേ കാലം മാറി മത്തിയും VIP ആയി. ചില സമയത്ത് പിടിച്ചാൽ കിട്ടാത്ത വിലയാണ് മത്തിക്ക്. ഏതായാലും 1 കിലോ മത്തി വാങ്ങി അങ്ങ് പൊരിച്ചു കളയാം. കോഴിക്കോട് കോതിപ്പാലത്തിനടുത്തുള്ള ഒരു മീൻ മാർക്കറ്റിലേക്കാണ് ഞാനും വീഡിയോ ജേണൽ സുബൈർ ഫൈസിയും എത്തിയിരിക്കുന്നത്. ഇക്ക 1 കിലോ മത്തി ആണല്ലോ, എത്ര വില? 170 രൂപ. വില കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ? ഇപ്പൊ കുറവാ. റെക്കോർഡ് വില എത്രയാ പോയെ? 400 രൂപ വരെ പോയി. ഏതായാലും 1 കിലോ മത്തി എടുത്തോ. ഏതായാലും മത്തി കിട്ടി. 1 കിലോ മത്തി 170 രൂപയാണ്. ഇതിന് പൊരിച്ചടിക്കണം. ഈ കോതിപ്പാലത്തിന് തൊട്ടടുത്ത് തന്നെ ഒരു വീടുണ്ട്. നമ്മുടെ വീഡിയോ ജേണൽ സുബൈർ ഫൈസിന്റെ ക്ലാസ്മേറ്റായ റൈഹാനത്തിന് വീടുണ്ട്. അവിടേക്ക് പോവാം, പൊരിച്ചടിക്കാം. നമുക്ക് എല്ലാ ദിവസവും മത്തി തിന്നോ അല്ലേ? അമ്മക്ക് എല്ലാ ദിവസവും നല്ല മത്തി നല്ലതാണല്ലോ. അതുകൊണ്ട് എല്ലാരും മത്തി ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല. ഗുണം അറിയാവോ? നല്ലതാന്ന് എല്ലാവരും പറയാറ്. ഗുണം അറിയാവോ? കാൽസ്യം, വിറ്റാമിൻസ് അങ്ങനത്തെ ഒക്കെ ഉണ്ട്, നല്ലതാണെന്നാ പറയുന്നേക്കാം. മാത്രമല്ല ഒമേഗ 3 ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്. നമ്മുടെ ഹാർട്ടിന് പ്രശ്നമുള്ളവർക്കും BP പ്രശ്നമുള്ളവർക്കും ഇത് കഴിക്കാം. അതിനെ പറ്റിയൊന്നും അങ്ങനെ അങ്ങോട്ട് ഡീറ്റെയിൽസ് ആയിട്ട് അറിയൂല. നമ്മളിവിടെ മത്തി എന്നല്ല വിളിക്കുന്നത്, ചില സ്ഥലത്ത് ചാളാന്ന് പറയും. ചാള. ശരി. എന്താ വിളിക്കുവോ? മത്തി. ഈ മത്തി പൊരിക്കുമ്പോൾ വരുന്നൊരു മണം ഉണ്ടല്ലോ, ചിലർക്ക് ആ മണം മാത്രം മതി ചോറ് കഴിക്കാൻ അല്ലേ? അടിപൊളിയാണ്, നല്ല രസമാണ്. മത്തി നല്ല മണാണ്. അയൽവക്കത്തുള്ള തന്നെ ചോദിക്കല്ലോ, മത്തിയാണോ? ഇത് പച്ചമത്തിയാണ്. ഉണക്കമത്തി പൊരിച്ചടിക്കുമ്പോൾ അതിന്റെ മണം ഒരു പ്രത്യേക മണം. തീരദേശം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് പച്ചമത്തി കിട്ടും. നമുക്ക് നല്ല ഫ്രഷ് മീൻ തന്നെ കിട്ടും. അതും വില കുറവ് തന്നെ നല്ല ഫ്രഷ് മീൻ കിട്ടും. പിന്നെ ഇത് പൊരിക്കുന്നല്ല, നിങ്ങൾ മുളകിട്ടാണോ തേങ്ങിട്ടാണോ നോക്കുന്നത്? കറി ഞാൻ മുളകിട്ടിട്ട്, മത്തി മുളകിട്ടതാ ടേസ്റ്റ്. മുളകിട്ട മത്തിക്കറിയും കപ്പയോ? എന്താ കപ്പ കൂട്ടു, അതിലേക്ക് ചപ്പാത്തി, അതിലൊക്കെ നല്ല എല്ലാത്തിലും കോമ്പിനേഷൻ ഉള്ളതാ മത്തി. പൊരിക്കാൻ കറി വെക്കാൻ മത്തി സൂപ്പറാണ്. മത്തി സൂപ്പറാണ്. സൂപ്പറാണ്. ഏതായാലും മത്തി പൊരിച്ചോ. ഇനി ചോറും കൂട്ടി ഒരു പിടി പിടിക്കാം. കോഴിക്കോട് നിന്ന് വീഡിയോ ജേണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇന്ന് റിപ്പോർട്ടർ.